ബംഗളൂരുവിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രണ്ട് പുലികളുടെ ദൃശ്യങ്ങൾ പുറത്ത്. പുലിയെ കണ്ടത് ബംഗളൂരു നോർത്ത് സോൺ സബ് ഡിവിഷനിൽ. നഗരത്തോട് ചേർന്ന് ശിവക്കോട്ട പഞ്ചായത്ത് പരിധിയിൽ അതീവ ജാഗ്രത പാലിക്കാൻ വനം വകുപ്പിന്റെ നിർദ്ദേശം. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് മനു അഖിലയുണ്ട്. മനു, ഇത്തരത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സ്ഥലമാണോ ഇത്? ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗളൂരുവിൽ പുലിയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. ബംഗളൂരുവിലെ നോർത്ത് സോണിലെ ജനവാസ മേഖലയിലാണ് വീണ്ടും രണ്ട് പുള്ളിപ്പുലികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നഗരത്തോട് ചേർന്ന ശിവക്കോട്ട പഞ്ചായത്ത് പരിധിയിലാണ് ഇപ്പോൾ പുലി ഇറങ്ങിയത്. വടക്കൻ ബംഗളൂരുവിലെ ഹെസാരഘട്ട യലഹങ്ക മേഖലയ്ക്ക് സമീപമാണ് രണ്ട് പുള്ളിപ്പുലികളുടെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞത്. ഇതിൽ ഒരു ദൃശ്യം അപ്പാർട്ട്മെന്റിന് സമീപം അലിഞ്ഞുതിരിയുന്ന രണ്ട് പുള്ളിപ്പുലികളുടേതാണ്. ജനുവരി 23-ന് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ പാർക്കിംഗ് സ്ഥലത്താണ് രണ്ട് പുലികളെ കണ്ടെത്തിയത്. കർണാടകയിൽ പുലിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് വനംവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനുവരി 28-ന് ആനേക്കലിനടുത്ത് അലഞ്ഞുതിരിയുന്ന മറ്റൊരു പുലിയെ വനംവകുപ്പ് പിടികൂടുകയും ചെയ്തിരുന്നു. രണ്ടാഴ്ചയായി ബംഗളൂരുവിന്റെ പ്രാന്തപ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന പുലിയെയാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം ഇതുപോലെ പിടികൂടിയത്. ഒരാഴ്ച മുമ്പ് ഈ പുലി രണ്ട് പശുക്കളെ ആക്രമിച്ചതായും വിവരങ്ങൾ ഉണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ആനേക്കലിന് സമീപത്ത് നിന്നും ഈ പുലിയെ പിടികൂടുന്നതും. ഇതിന് പിന്നാലെയാണ് ബംഗളൂരുവിൽ വീണ്ടും രണ്ട് പുലികളെ കൂടി കണ്ടെത്തുന്നത്. നിലവിൽ പ്രദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് വനംവകുപ്പ് നിർദ്ദേശിച്ചത്. പുലിയെ കണ്ടാൽ വരുന്ന ഹെൽപ്പ് ലൈനായ 1926 വിളിക്കാനും ജനങ്ങളോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ബംഗളൂരുവിൽ പുലിഭീതി വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ്. രണ്ട് പുലികൾ ഈ ജനവാസ മേഖലയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ജനങ്ങളോട് കൃത്യമായ ജാഗ്രത പാലിക്കാനാണ് വനം വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനു അഖില നാഷണൽ ഡെസ്കിൽ നിന്ന്.